ജിത്തു ജോസഫും അങ്ങനെ ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ അവിടെ കസേര ഇട്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഈ പ്രസിഡൻസിന്റെ ഫ്രണ്ടിൽ അവർ വന്നിട്ടില്ല. അർജുന്റെയും ശ്രീധുവിന്റെയും പെർഫോമൻസ് അപ്പോൾ ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് അപ്പോൾ അർജുന്റെയും ശ്രീധുവിന്റെയും പെർഫോമൻസ് അവർ കാണുന്നത്. ഇവരെ പുറകിലിരുന്നിട്ടാണ് ആക്ടിവിറ്റി ഏരിയയിൽ ആക്ട് ചെയ്യുന്നത്. അർജുനും ശ്രീധുവും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. ശ്രീധുവിന് ഓൾറെഡി പരിചയം ഉണ്ടല്ലോ. ശ്രീധു അതുകൊണ്ട് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. അർജുൻ ആണെങ്കിലും കട്ടയ്ക്ക് ശ്രീധുവിന്റെ കൂടെ നിന്നു എന്ന് തന്നെ പറയാം. അർജുന്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആന്റണി പെരുമ്പാവൂർ ഇന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അർജുന്റെ ആദ്യത്തെ ഒരു പെർഫോമൻസ് ആണെന്ന് ഇത് പെർഫോമൻസ് കഴിഞ്ഞ് വന്നിട്ട് ശ്രീധുവിനോട് പറയുന്നുണ്ടായിരുന്നു അർജുൻ. ശ്രീധു നീ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നീ ഇവനെ ചെയ്ത് പരിചയമുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ ശ്രീധുവിനോട് അർജുൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജിൻഡോയും ജാസ്മിനും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിൻഡോയെക്കാളും അടിപൊളിയായിട്ട് തന്നെയാണ് ജാസ്മിൻ പെർഫോം ചെയ്തിട്ടുള്ളത്. ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും പറയുന്നുണ്ടായിരുന്നു ജിൻഡോയിലും ജാസ്മിനെയും രണ്ടുപേരും തന്നെ ആന്റണി പെരുമ്പാവൂരിന് ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് തന്നെ അവർ ചെയ്തതല്ലേ, ഡയറക്ടർ ഇല്ലാണ്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ. പക്ഷേ ജിത്തു ജോസഫിന് അതിൽ ജാസ്മിന് മാത്രമാണ് അങ്ങോട്ട് ഇഷ്ടമായുള്ളൂ. അർജുന്റെയും ശ്രീധുവിന്റെയും രണ്ടുപേരെയും ഓക്കെ ആണെന്നപ്പോൾ ആന്റണി പെരുമ്പാവൂർ അവിടെ പറയുന്നുണ്ട് ജിത്തു ജോസഫിനോട്. ജാസ്മിനെയും അർജുനെയും ശ്രീധുവിനെയും നോറേനെയൊക്കെയാണ് ലാസ്റ്റ് എന്തോ സെലക്ട് ചെയ്യുന്നത്.